വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പട്ടാമ്പി നഗരത്തിൽ നടക്കുന്ന പൈപ്പ് ലൈൻ പ്രവൃത്തികളിൽ കരാറുകാരനും വാട്ടർ അതോറിറ്റിയും കാണിക്കുന്ന ഗുരുതരമായ വീഴ്ചയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജി. യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർക്കേണ്ട പണികൾ അശാസ്ത്രീയമായി നടത്തുന്ന കരാറുകാർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും നഗരസഭ സമരത്തിലേക്ക് നീങ്ങുകയാണെന്ന് നഗരസഭാ അധ്യക്ഷൻ അറിയിച്ചു. നഗരത്തിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ ബസ് സ്റ്റാൻഡ് പമ്പ് ഹൌസിൽ നിന്നുള്ള മെയിൻ ലൈൻ കണക്ട് ചെയ്യുന്ന പ്രവൃത്തി 8 ദിവസമായിട്ടും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. സേവന ആശുപത്രി മുതൽ കമാനം വരെയുള്ള ഭാഗത്തെ കരാറുകാരൻ പൈപ്പിടുന്നതിനൊപ്പം കണക്ഷൻ കൂടി നൽകി മികച്ച രീതിയിൽ പണി പൂർത്തിയാക്കിയപ്പോഴാണ് കമാനം മുതൽ നിള ഹോസ്പിറ്റൽ വരെയുള്ള ഭാഗത്തെ കരാറുകാരനിൽ നിന്നും ഇത്രയും വലിയ വീഴ്ചയുണ്ടാകുന്നത്. മെയിൻ ലൈൻ ജോയിൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ വാട്ടർ അതോറിറ്റി വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ഉപയോഗിക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. പൈപ്പ് ലൈൻ ജോയിൻ ചെയ്യുന്നത് അടുത്ത മണിക്കൂറിൽ തന്നെ വിട്ടുപോകുന്ന അവസ്ഥയാണുള്ളത്. കഴിഞ്ഞ 8 ദിവസമായി ഇത് തന്നെയാണ് തുടരുന്നത്. പ്രവൃത്തിയുടെ മേൽനോട്ടം വഹിക്കേണ്ട വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നേരിട്ട് ഇടപെടാത്തതിനാൽ നഗരസഭാ ജീവനക്കാർക്കും കൌൺസിലർമാർക്കും കരാറുകാരന്റെ പണിക്ക് കാവൽ നിൽക്കേണ്ടി വരുന്ന ദുരവസ്ഥയാണുള്ളതെന്നും നഗരസഭാ അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടി. പട്ടാമ്പി നഗരത്തിലെ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പുതിയ പൈപ്പിടൽ നടപടികൾ ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 കരാറുകാർക്കാണ് ഇതിന്റെ പ്രവൃത്തി നൽകിയിട്ടുള്ളത്. അതിന്റെ മേൽനോട്ട ചുമതല വാട്ടർ അതോറിറ്റിക്കാണ്. സേവന ആശുപത്രി മുതൽ പട്ടാമ്പി കമാനം വരെ ഒരു കരാറുകാരനും കമാനം മുതൽ നിളാശുപത്രി വരെ മറ്റൊരു കരാറുകാരനുമാണ് പ്രവൃത്തി നൽകിയിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ഒരു ഭാഗം വളരെ നല്ല രീതിയിൽ തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് നിന്ന് വെള്ളം കണക്ട് ചെയ്ത് പട്ടാമ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ പട്ടാമ്പി നഗരത്തിലേക്കുള്ള മെയിൻ ഒരു കുടിവെള്ള സ്രോതസ് എന്ന് പറയുന്നത് ടൌണിലുള്ള പമ്പ് ഹൌസിൽ നിന്നുള്ള വെള്ളത്തിന്റെ വിതരണമാണ്. അപ്പൊ അതിന്റെ പൈപ്പിടൽ നടപടി പൂർത്തീകരിച്ചെങ്കിലും കഴിഞ്ഞ 8 ദിവസമായി എല്ലാ ദിവസവും വെള്ളം കണക്ട് ചെയ്യും. അത് രാത്രി ആയി കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ തള്ളിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പൊ 8 ദിവസത്തെ പരിശ്രമത്തിനൊടുവിൽ ഇന്നലെ നഗരസഭയിലെ ജീവനക്കാരാണ് അത് കണക്ട് ചെയ്തത്. പക്ഷെ കണക്ട് ചെയ്ത് ഏതാനും മിനിറ്റുകൾക്ക് അകം തന്നെ പുതിയ പൈപ്പ് ഇട്ട സ്ഥലത്താണ് ഇപ്പോൾ വെള്ളം തള്ളിപ്പോയിട്ടുള്ളത്. ഗുണനിലവാരമുള്ള പൈപ്പുകളാണ് ഇട്ടത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഈ ഒരു മേഖലയിൽ പരിജ്ഞാനമില്ലാത്ത അതല്ലെങ്കിൽ പരിചയസമ്പന്നരല്ലാത്ത ജോലിക്കാരെ ഉപയോഗിച്ചുകൊണ്ട് പട്ടാമ്പി നഗരത്തെ പോലെ ഒരു സ്ഥലത്ത് ഇതുപോലെ ഗൌരവം കുറഞ്ഞ രീതിയിലുള്ള പ്രവൃത്തിയായിട്ടാണ് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത്തരം അശാസ്ത്രീയമായ രീതിയിൽ പണികൾ നടത്താൻ അനുവദിക്കില്ലെന്നും വൈദഗ്ധ്യമുള്ള പ്രൊഫഷണൽ തൊഴിലാളികളെ വെച്ച് ബുധനാഴ്ച രാത്രിയോടുകൂടി മെയിൻ ലൈൻ കണക്ഷൻ പുനഃസ്ഥാപിച്ച് നഗരത്തിലെ ജലവിതരണം സുഗമമാക്കിയില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി നഗരസഭ മുന്നോട്ടു പോകുമെന്നും നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം കരാറുകാർക്കെതിരെ വിട്ടുവീഴ്ചയുണ്ടാവില്ലെന്നും ബുധനാഴ്ച രാത്രിക്ക് മുൻപ് പണി പൂർത്തിയായില്ലെങ്കിൽ വ്യാഴാഴ്ച മുതൽ നേരിട്ടുള്ള സമരമുറകളിലേക്ക് നഗരസഭ കടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിരന്തരമായി എല്ലാ ദിവസവും രാത്രിയും പകലും നഗരസഭയിലെ ജീവനക്കാർ കാവല് നിൽക്കുകയാണ്. ഇന്ന് തീരും നാളെ തീരും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് പട്ടാമ്പി ജനങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ അതിന് മേൽനോട്ടം നൽകേണ്ട, അതിന് ഉത്തരവാദിത്തപ്പെട്ട വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കരാറുകാരനും കൃത്യനിർവഹണ ലംഘനമാണ് നടത്തിയിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇന്ന് രാത്രിയോടുകൂടി തന്നെ അതിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ഉൾപ്പെടെയുള്ള പരിപാടികളെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഞങ്ങൾ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. കാരണം കരാറുകാരുടെ അനാസ്ഥ അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് പട്ടാമ്പിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വെള്ളം വിതരണം സ്തംഭിച്ചിട്ടുള്ളത്.